നമസ്കാരം കൂട്ടുകാരെ, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് തികച്ചും നാടൻ രീതിയിലുള്ള 2 കറികളുടെ റെസിപ്പിയാണ്. ഈ നോമ്പിൻ്റെ സമയത്ത് നമുക്ക് എളുപ്പം തയ്യാറാക്കി വെക്കാവുന്നതും 2-3 ദിവസം കേടുകൂടാതെ ഇരിക്കാനും പറ്റിയതുമായ ഈ റെസിപ്പി നമുക്ക് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഉള്ളിത്തീയിലാണ്. അതുകൊണ്ട് നമുക്ക് ഉള്ളിയാണ് ആവശ്യം വേണ്ടത്. ഉള്ളി നമുക്ക് ഒരു 1/4 കിലോ കൂടുതലായിട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ ചെറുതായിട്ട് തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ ഉള്ളി തന്നെ എടുക്കുക, സവാള ഇതിനായിട്ട് ഉപയോഗിക്കരുത്. അതുപോലെ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ വാളംപുളി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ തേങ്ങ വറുത്തരക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പാനോ അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു പാത്രമോ നമുക്ക് വയ്ക്കാം. അതിലേക്ക് ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലുള്ളൊരു വലിയ കയ്യിലിൽ ഒരു 3 കയ്യിലാണ് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ തേങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. തേങ്ങയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് വരുന്നത് വരെ ചെറിയ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് നല്ലതുപോലെ മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ ആ തേങ്ങയൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിലാക്കി ഇട്ടതിന് ശേഷം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. അതുപോലെ മല്ലിപ്പൊടി ഒരു 1.25 ടീസ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമുക്ക് ഈ മസാലകളൊന്നും ഒരുപാട് കൂടി ചേർക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് എരിവ് വേണ്ട നമ്മുടെ ഈ കറിക്ക്. അപ്പോൾ ഈ ഒരു പാകത്തിൽ എടുത്താൽ മാത്രം മതി. നല്ലതുപോലെ ഇളക്കി കൊടുത്ത് ഈ മസാലകൾ കരിയാത്ത രീതിയിൽ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ ഒരു ചൂടിലും മതി നമ്മുടെ മസാലകൾ മൂക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അതേ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നന്നായിട്ട് മൂത്ത മണം വന്നു കഴിഞ്ഞാൽ നമുക്കിതൊരു വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിതൊരു വേറെ പാത്രത്തിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട്. തണുക്കാൻ വേണ്ടിയിട്ട് വെക്കുവാണ്. ഒരുപാട് തണുത്ത് പോകണ്ട, ചെറിയൊരു ചൂടോട് കൂടെ തന്നെ നമുക്ക് മിക്സിയുടെ ജാറിൽ ഇത് അടിച്ചെടുക്കാം. അപ്പോൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഞാൻ ഇതുപോലെ എല്ലാം തേങ്ങ മൂപ്പിച്ചതും ഞാൻ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാതെ നമുക്കിത് കുറേശ്ശെയായിട്ട് നല്ലതുപോലെ അടിച്ചെടുക്കാം. അപ്പോൾ 1-2 പ്രാവശ്യം അടിച്ചതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് അടിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു പാകത്തിൽ നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിലാണ് ഇരിക്കേണ്ടത്. ഇതിൽ ഒട്ടും വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കരുത്. ഇനി നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ആ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കൊരു 4 ഉണക്കമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഞാൻ നൈസായിട്ട് തന്നെയാണ് അരിഞ്ഞിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ വാടി കിട്ടുകയും ചെയ്യും, നല്ലതുപോലെ വെന്ത് വരുകയും ചെയ്യും. അപ്പോൾ ആ ഒരു രീതിയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഉള്ളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആവുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. ഉള്ളി നന്നായിട്ട് വാടി വരാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ നല്ലതുപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ നേരത്തെ വെച്ചിരുന്ന വാളംപുളി നല്ലതുപോലെ പിഴിഞ്ഞ് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. വാളംപുളി ഒഴിച്ച ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പുളിവെള്ളം നല്ലതുപോലെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമുക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. വറുത്തരച്ച തേങ്ങയുടെ അരപ്പ്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറൊന്ന് കഴുകിയിട്ട് ആ കുറച്ച് വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ നമ്മൾ പുളി കുതിരാൻ വേണ്ടിയിട്ട് കൂടുതൽ വെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നതെങ്കിൽ നമുക്കിപ്പോൾ ചാറ് കുറച്ച് കൂടുതലുണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ട് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളത്തിലാണ് പുളി കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഒരു 1/2 ഗ്ലാസും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒഴിച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ചാറ് വേണം, നമുക്കിതൊന്ന് വറ്റി വരണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉപ്പൊക്കെ നോക്കാം. ഇനി നല്ലതുപോലെ തിളച്ച് വരണം. നല്ലതുപോലെ തിളച്ച് ഇതിൻ്റെ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരണം. അപ്പോൾ നല്ലതുപോലെ തിളച്ച് ഇതിൻ്റെ കളറൊക്കെ ആണെങ്കിൽ നല്ല ഡാർക്കായിട്ട് നല്ല തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കാം നമുക്ക്. ഇനി നമുക്കൊരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ചേർത്ത് കൊടുക്കണം. അത് ശർക്കരയാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിത്തീയലിന് ചെറിയൊരു മധുരവും കൂടെ വേണം. അതിന് വേണ്ടിയിട്ടാണ് ശർക്കര ചീവിയത് ചേർത്ത് കൊടുത്തിരിക്കുന്നത്.
ശർക്കര ചേർത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി. ഇനി നമുക്കിത് ഒരു സർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ നല്ല രുചികരമായിട്ടുള്ള ഉള്ളി തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു തോരൻ്റെ റെസിപ്പിയും കൂടിയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നല്ലതുപോലെ ഒന്ന് പൊട്ടി വന്ന് കഴിഞ്ഞാൽ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. ഒരു 3 വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയോ ഉള്ളിയോ ചേർത്ത് കൊടുക്കാം. അതും കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കണം. ഞാനിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ സവാള അല്ലെങ്കിൽ ഉള്ളി നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വരണം. വാടി വന്നു കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ആദ്യം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. മഞ്ഞൾപ്പൊടിയുടെ കുത്തുമണവും അതുപോലെ തന്നെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. ശേഷം മാത്രം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു തോരന് മുളക് പൊടി ഇടുമ്പോഴാണ് നമുക്ക് ടേസ്റ്റ് ഇടുന്നത് പച്ചമുളകിനേക്കാളും. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് വാടി വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഞാനിവിടെ ഒരു 3/4 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുളക് പൊടിയുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറുകായയാണ്. ചെറുകായ ഒരു പൊടി പോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാരറ്റും ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു തോരനാണ് നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് ചെറിയ തീയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ട് ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. വെള്ളമൊക്കെ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട്. അതുപോലെ ചെറുകായയും അതുപോലെ തന്നെ നമ്മുടെ ക്യാരറ്റൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഈ 2 മിനിറ്റും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലുള്ള ആ മോയ്സ്ചറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി എണ്ണ ഒന്ന് തെളിയണ വരെ. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തേങ്ങ ചിരുവിയതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അപ്പോൾ അതേ നല്ലതുപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ കറി നമുക്കൊരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. അപ്പോൾ ഒരു വെറൈറ്റിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് എളുപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന 2 കറികളാണ് ഇത്. ഇതുപോലെയുള്ള തോരൻ നിങ്ങൾ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണ്. എപ്പോഴും ക്യാബേജ്, ബീൻസ് ഇതുപോലെയുള്ള തോരനല്ലാതെ ഇതുപോലെയുള്ള തോരനുകളും നമുക്ക് തയ്യാറാക്കി നോക്കാം. വളരെ ടേസ്റ്റികരമായിട്ടുള്ള ഈ 2 റെസിപ്പികൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഈ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പികളുമായിട്ട് പുതിയ എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.